The next data structure which we are going to study is called queue. നമ്മൾ ഇത്ര നേരം സ്റ്റാക്ക്, ലിസ്റ്റ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കുന്നത് ക്യൂ എന്ന ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് ക്യൂ എന്ന് പറയുന്നത്. നമ്മൾ എവിടെ പോയാലും ക്യൂ നിൽക്കാറുണ്ട്. അപ്പം ആ ക്യൂ നിൽക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? എപ്പോഴും ആദ്യം ക്യൂ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആളുടെ പിന്നിൽ പോയിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻസേർഷൻ അറ്റ് ദ ബാക്ക്, ബാക്കിലൂടെ ഇൻസേർഷൻ നടക്കുന്നു. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാണ് ആദ്യം എന്താവശ്യത്തിനാണ് അവർ ക്യൂ നിൽക്കുന്നത്, ഏറ്റവും ആദ്യം വന്ന ആൾക്കാണ് അത് ആദ്യം തന്നെ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങാനോ ഒക്കെ ഷോപ്പിൽ വന്നിട്ടുള്ള ആളാണെങ്കിൽ ഫസ്റ്റ് അയാൾക്കാണത് കൊടുക്കുക. അപ്പം ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ ക്യൂവിൽ നിന്ന് പോകുന്നു, അതായത് അയാളെ ആ ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു എന്നർത്ഥം. അപ്പം അതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് ഡിലീഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ ഫ്രണ്ട് എൻഡിലൂടെ ഡിലീഷൻ നടക്കുന്നു. ഇൻസേർഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ ബാക്ക് എൻഡ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത് ഫിഫോ ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇവിടെ രണ്ട് പൊസിഷൻസ്, നമ്മൾ നേരത്തെ സ്റ്റാക്കിൽ ഒരു പൊസിഷനേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു, അതായത് ടോപ്പ് പൊസിഷൻ. ഇവിടെ അങ്ങനെയല്ല, വി ഹാവ് ടു പൊസിഷൻസ്, ഫ്രണ്ട് റെയർ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ പൊസിഷനും റെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നിലത്തെ പൊസിഷനുമാണ്. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, ഇതൊരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും ലൈൻ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലൂടെ മാത്രം, ഒരു വരി എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ് ഒരു ലൈനായിട്ട്. ഇനി അതിൽ രണ്ട് ഓപ്പറേഷൻസ് ഇവിടെയുമുണ്ട്, ഇൻസേർഷൻ, ഡിലീഷൻ. ഇൻസേർഷൻ നടക്കുമ്പോൾ എന്താ പ്രത്യേകത? നമ്മൾ അതിലേക്ക് ബാക്കിലൂടെ ഇൻസേർട്ട് ചെയ്യുന്നു. ഡിലീഷൻ നടക്കുമ്പോൾ എന്താ പ്രത്യേകത? ഫ്രണ്ടിലൂടെ ഡിലീറ്റഡ് ആകുന്നു. ഇനി നമുക്ക് നമ്മുടെ ഡയഗ്രാം നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ഡയഗ്രാം പോലെ അത് കാണിച്ചിട്ടുണ്ട്. ഇതൊരു ലിസ്റ്റാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ തന്നെ റെയർ പൊസിഷനും ഫ്രണ്ട് പൊസിഷനും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ക്യൂ ഇസ് ഈക്വൽ ടു 593. ഒരു ലിസ്റ്റ് ആയിട്ട് നമ്മൾ ക്യൂവിനെ കൺസിഡർ ചെയ്തു. 593 എന്നാണ് ആ ക്യൂവിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പ്രിന്റ് ക്യൂ, അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ പ്രിന്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് 593 മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ക്യൂ ഡോട്ട് ഇൻസേർട്ട് 0,53 എന്ന് പറഞ്ഞാൽ 0 എന്ന പൊസിഷനിൽ, നമുക്കറിയാം എപ്പോഴും എല്ലാ ലിസ്റ്റിലും പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിലാണ്. അപ്പൊ 0 എന്ന പൊസിഷനിൽ 53 എന്ന വാല്യൂ ഇൻസേർട്ട് ആയി. അപ്പൊ എന്താ വരിക? അവിടെ 53,5,9,3 എന്ന് കാണാം. നെക്സ്റ്റ് ക്യൂ ഡോട്ട് ഇൻസേർട്ട് 0,29. അപ്പൊ എന്താ അർത്ഥം? 0 പൊസിഷനിൽ ഞാൻ 29നെ കൊണ്ടുവന്ന് ഇൻസേർട്ട് ചെയ്തു എന്നർത്ഥം. ഇനി നെക്സ്റ്റ് ക്യൂ ഡോട്ട് പോപ്പ്. പോപ്പ് ഫംഗ്ഷൻ എന്താണ്? ഡിലീഷൻ ആണ്. അതേപോലെ തന്നെ ക്യൂ ഡോട്ട് പോപ്പ് 2 പ്രാവശ്യം നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് പ്രിന്റ് ക്യൂ എന്താണ് സംഭവിക്കുക നോക്കാം. നമുക്ക് ഇവിടെ 29, 53, 5 ഇത് മൂന്നും മാത്രമേ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുള്ളൂ. കാരണം ഫസ്റ്റ് പോപ്പ് ഫംഗ്ഷൻ ചെയ്തപ്പോൾ 3 ഡിലീറ്റ് ആവുന്നു, സെക്കൻഡ് ടൈം പോപ്പ് ഫംഗ്ഷൻ ചെയ്തപ്പോൾ 9 ഡിലീറ്റ് ആകുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് ഡിലീഷൻ ഫ്രണ്ട് എൻഡിലൂടെ നടക്കുന്നു, അതുപോലെ ഇൻസർഷൻ റെയർ എൻഡിലൂടെ നടക്കുന്നു. ഇതാണ് ക്യൂവിന്റെ പ്രത്യേകതകൾ. അപ്പോൾ ക്യൂവിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇൻസേർട്ട് എന്ന ഫംഗ്ഷൻ ഉണ്ട് ക്യൂവില്, അതിലൂടെ ഇൻസേർഷൻ, പോപ്പ് എന്ന ഫംഗ്ഷനിലൂടെ ഡിലീഷൻ. സ്റ്റാക്കിൽ നമ്മൾ എന്താ ചെയ്തത്? സ്റ്റാക്കിലേക്ക് നമ്മൾ അപ്പൻഡ് ഫംഗ്ഷനിലൂടെ ഇൻസേർഷൻ, പോപ്പ് ഫംഗ്ഷനിലൂടെ ഡിലീഷൻ. അപ്പൊ ഇതുപോലുള്ള റെഡിമെയ്ഡ് ഫംഗ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഏത് ഡാറ്റ സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത് എന്നറിഞ്ഞാൽ അതിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നർത്ഥം.